നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് നമുക്കൊരു HTML എങ്ങനെ ഉപയോഗിക്കാമെന്നാണ്. സോ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എസ്പെഷ്യലി വെബ്സൈറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഡൈനാമിക് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമുക്കൊരു HTML ഒരു ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ ഇത് നമ്മളൊരു സിമ്പിൾ എക്സാമ്പിളാണ് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിലായി ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. സോ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് നമ്മുടെ വെബ് പേജിൽ ആഡ് ചെയ്യുന്നതിന് നമ്മൾ സ്ക്രിപ്റ്റ് എലമെൻറ്റ് ഉപയോഗിക്കേണ്ടതുണ്ട്. സോ ഞാൻ ആദ്യമായി ഒരു H1 കൊടുക്കുന്നു. സോ നമുക്കൊരു സ്ക്രിപ്റ്റ് എലമെൻറ്റ് ഉപയോഗിക്കേണ്ടതുണ്ട്. സ്ക്രിപ്റ്റ് എലമെൻറ്റ് നമുക്ക് ഈ ബോഡി ടാഗിനുള്ളിൽ ഉപയോഗിക്കാം, അതുപോലെ അല്ലെങ്കിൽ ഹെഡ് ടാഗിനുള്ളിൽ ഉപയോഗിക്കാം, എവിടെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. സോ നമ്മൾ ആദ്യമായി ഇവിടെ ബോഡി ടാഗിനുള്ളിൽ ഉപയോഗിക്കുന്നു സ്ക്രിപ്റ്റ്. സോ ഇതുപോലെ നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് കൊടുക്കുന്നു. സോ ഇതിനുള്ളിലാണ് നമ്മൾ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതേണ്ടത്. സോ ഞാനിവിടെ ജസ്റ്റ് ഒരു സിമ്പിൾ വിൻഡോ അലേർട്ടാണ് കൊടുക്കുന്നത്. സോ ഞാൻ ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു അലേർട്ട് കാണാൻ കഴിയും. ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ചെറിയ വിൻഡോ അലേർട്ട് കാണാൻ കഴിയും. സോ ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ സെമിക്കോളൻ കൊടുക്കാൻ മറക്കരുത്. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതുമ്പോൾ സെമിക്കോളൻ കൊടുക്കുക. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ ഹലോ വേൾഡ് കാണാൻ കഴിയും. വീണ്ടും നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അലേർട്ട് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. സോ നമ്മൾ സ്ക്രിപ്റ്റ് നമ്മൾ ടാഗ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ബോഡി എലമെൻറ്റിനുള്ളിലാണ്. സോ ഇത് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്ത് ഹെഡ് എലമെൻറ്റിനുള്ളിൽ കൊടുക്കുന്നു. ഹെഡ് എലമെൻറ്റിനുള്ളിലും നമുക്കിത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും, സെയിം റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ കൊടുക്കുന്നതും ഇതുപോലെ ബോഡിയിലെ ഏറ്റവും അവസാന താഴെ ഭാഗത്ത് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ HTML CSS എല്ലാം ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും ജാവാസ്ക്രിപ്റ്റ് ലോഡ് ചെയ്യുക. സോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ വെബ് പേജിൻ്റെ ലോഡിംഗ് സ്പീഡ് കൂടുന്നതായിരിക്കും. അഥവാ ജാവാസ്ക്രിപ്റ്റ് ഒരുപാട് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അത് ജാവാസ്ക്രിപ്റ്റ് ലോഡ് ചെയ്തതിന് കുറച്ച് സമയം എടുക്കുന്നതാണ്. അതുവരെ അത് നമ്മുടെ വെബ് പേജ് ലോഡ് ചെയ്യാതിരിക്കും നമ്മൾ മുകളിൽ കൊടുക്കുകയാണെങ്കിൽ. സോ ചെറിയ വെബ്സൈറ്റുകളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. സോ വലിയ വെബ്സൈറ്റുകളാണ് നമ്മൾ ഒരുപാട് പേജസ് ഉള്ള വലിയ വെബ്സൈറ്റുകളാണ്, ഒരുപാട് സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള അതുപോലെ ഒരുപാട് പേജുകളുള്ള വലിയ വെബ്സൈറ്റുകളാണെങ്കിൽ നമ്മൾ ബോഡിക്ക് ഇവിടെ താഴെ വന്ന് കൊടുക്കുക. താഴെ വന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ലോഡായതിനു ശേഷം മാത്രമേ ജാവാസ്ക്രിപ്റ്റ് ലോഡാവുകയുള്ളൂ. സോ ഇനി നമുക്ക് മറ്റൊരു രീതി എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകം ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ സാധിക്കും. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ തൽക്കാലം ഇതിവിടെ ഡിലീറ്റ് ചെയ്യുന്നു. ഞാനിവിടെ ഫയൽ എക്സ്പ്ലോററിൽ വന്നതിന് ശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ഞാനിവിടെ hello.js എന്ന് കൊടുക്കുന്നു. ഹലോ എന്ന് പറയുന്നത് ഫയൽ നെയിം, .js അതിൻ്റെ എക്സ്റ്റൻഷനാണ്. സോ നമുക്കിവിടെ hello.js എന്ന് പറയുന്ന ഈ ഫയൽ ഇവിടെ കാണാൻ കഴിയും. സോ ഞാൻ ഇതിനുള്ളിൽ ജസ്റ്റ് അലേർട്ട് നമ്മൾ നേരത്തെ അവിടെ എഴുതി അതേ കോഡ് ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. സിംഗിൾ ലൈൻ കോഡ് ഹലോ വേൾഡ്. ഞാനിവിടെ അത് സേവ് ചെയ്യുന്നു. സോ നമ്മളിവിടെ ഹലോ വേൾഡ് എന്ന് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു സ്ക്രിപ്റ്റ് എലമെൻറ്റ് ഓപ്പൺ ചെയ്യുക. സ്ക്രിപ്റ്റ് എലമെൻറ്റ്. സോ ഇതിനുള്ളിൽ ആദ്യത്തെ സ്ക്രിപ്റ്റ് എലമെൻറ്റ് ഓപ്പൺ ചെയ്ത എലമെൻറ്റിനുള്ളിൽ വന്നതിന് ശേഷം ഒരു src ആട്രിബ്യൂട്ട് കൊടുക്കുക. ഇതിനുള്ളിൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫയലിൻ്റെ പേര്, അതായത് hello.js നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഫയൽ നെയിം കൊടുക്കുക. സോ നമ്മളിപ്പോൾ ഈ ഫയലും hello.js എന്ന് പറയുന്ന ഫയലും അതുപോലെ ഈ HTML ഫയലും ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ hello.jsഉം സേവ് ചെയ്യേണ്ടതുണ്ട്. നമ്മളിവിടെ സേവ് ചെയ്യുക. സോ ഇനി നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ അതേ റിസൾട്ട് നമുക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഒന്നുകൂടി റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ അലേർട്ട് ഹലോ വേൾഡ് എന്ന് പറയുന്ന അലേർട്ട് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഇനി മറ്റൊരു ചെറിയൊരു ഫംഗ്ഷൻ കൂടി ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ ഇത് ഡിലീറ്റ് ചെയ്യുന്നു. ഒരു ഫംഗ്ഷൻ മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇതിൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ ആദ്യം ഇവിടെ ഒരു പാരഗ്രാഫ് എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. പാരഗ്രാഫ് എലമെൻറ്റിൽ നമ്മൾ ID MSG എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ പാരഗ്രാഫ് എലമെൻറ്റിൻ്റെ ID MSG എന്ന് കൊടുക്കുന്നു. നമ്മളതിൽ കണ്ടൻറ്റ് ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ കണ്ടൻറ്റ് കൊടുക്കുന്നത് ത്രൂ ജാവാസ്ക്രിപ്റ്റിലൂടെയാണ്. സോ ഞാൻ HTML ഫയൽ സേവ് ചെയ്യുന്നു. അതിനുശേഷം ജാവാസ്ക്രിപ്റ്റ് ഫയൽ മെസ്സേജിൽ ഞാൻ document.get element by ID. സോ ഇങ്ങനെ get element by ID കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് HTML ഉള്ള ഓരോ എലമെൻറ്റിനെയും നമുക്കിതുപോലെ ID ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നമ്മളിവിടെ പാരഗ്രാഫിൻ്റെ ID MSG എന്ന് കൊടുത്തിരുന്നു. സോ നമ്മൾ അത് MSG എന്ന് ഇതിനുള്ളിൽ ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ആ ഒരു എലമെൻറ്റ് ആക്സസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൽ നമുക്ക് നമ്മുടെ കണ്ടൻറ്റ് കൊടുക്കാം. inner HTML equal to hello world. സോ ഇപ്പോൾ നമ്മൾ
ഈ ഫംഗ്ഷനിൽ നമ്മുടെ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് നമ്മുടെ ഈ പാരഗ്രാഫ് എന്ന് പറയുന്ന ഇതിൻ്റെ കണ്ടൻറ്റായി നമ്മൾ കൊടുത്തു. സോ ഇനി നമുക്ക് ഒരു ബട്ടൺ ആഡ് ചെയ്യാം. സോ ബട്ടൺ ആഡ് ചെയ്തതിന് ശേഷം ടൈപ്പ് ബട്ടൺ, അതിനുശേഷം നമുക്കിതിലൊരു ഓൺ ക്ലിക്ക് ഇവൻറ്റ് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കണം, നമുക്ക് മെസ്സേജ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ അപ്പോൾ റൺ ആവണം. സോ നമ്മുടെ മെസ്സേജ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് റൺ ആവണം. സോ ഇത് റൺ ആവുമ്പോൾ നമുക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്നൊരു കണ്ടൻറ്റ് നമ്മുടെ പാരഗ്രാഫ് എലമെൻറ്റിനുള്ളിൽ വരും. സോ നമുക്ക് ഇവിടെ ക്ലിക്ക് മീ എന്ന് കൊടുക്കാം. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബട്ടൺ ഇവിടെ കാണാൻ കഴിയും. സോ നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് നമുക്കിവിടെ വന്നു കഴിഞ്ഞു. സോ നമ്മളിതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബോഡിയിൽ പി എലമെൻറ്റിൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ്. ഇനീഷ്യലി നമ്മളിത് കൊടുത്തിട്ടില്ലായിരുന്നു. സോ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് നമ്മളിതിൽ ഇവിടെ ആഡ് ചെയ്തു. സോ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കാൻ സാധിക്കും. സോ ഇങ്ങനെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഇൻറ്റേർണലായിട്ടും അതുപോലെ തന്നെ എക്സ്റ്റേണലായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്.